അഴകേ ആഴിക്കണ്ണാലെ തഴുകും അമ്പിളിക്കുഞ്ഞോളെ. അന്നത്തെ കാലത്തെ പോലത്തെ ലിറിക്സ് ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. ദാറ്റ്സ് വൈ നമ്മൾ കിളിയെ തത്തക്കിളിയെ ആ പടത്തിൽ തന്നെ അപ്പം പടത്തിൽ തന്നെ കണ്ടില്ല, ഒരു റേഡിയോ വെച്ചുള്ള ലവ്. അന്നത്തെ കാലത്ത് അത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തല്ലേ ലവ് ചെയ്ത് സ്നേഹിച്ചോണ്ടിരുന്നത്. അപ്പം അതെല്ലാം ആ പടത്തിലുണ്ടല്ലോ. ആൾക്ക് 3 വയസ്സും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ലിറിക്സ് ഒന്നും പഠിക്കാൻ മറ്റേ ബേസിക് അക്ഷരങ്ങൾ പഠിച്ചിട്ടില്ല കുഞ്ഞ്. സോ ഒൺലി വേ ബൈ ഹാർട്ട് ചെയ്യുക, പറഞ്ഞു കൊടുത്ത് അത്ര ഒന്നും സ്ട്രഗിൾ ചെയ്യണ്ട. ആൾ ഒരു 3 പ്രാവശ്യം കേട്ടാൽ ഏത് പാട്ടും പുള്ളി പാടും. എനിക്കൊരു ഒരു 4ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ തൊട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമയിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ആവണം, മ്യൂസിക് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം. ഞാൻ ഭയങ്കര പല ട്രൈകൾ നടത്തിയിട്ടുണ്ട് ആ സമയത്തൊക്കെ. മ്യൂസിക് ഡയറക്ടർ ദിബു നൈനാൻ തോമസ്, ദ ഷെമിൻ സ്റ്റുഡിയോയിൽ. ഹായ് ദിബു. ഹായ്. ഈ പേരെന്നും അതിൻ്റെ വെറൈറ്റിയാ ചോദിച്ചിട്ടുണ്ടോ എങ്ങനെയാ പേര് വന്നത്? അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല, പക്ഷെ എല്ലാവരും പറയാൻ ഇച്ചിരി പ്രയാസപ്പെടുന്ന കണ്ടിട്ടുണ്ട്. DHIBU ആണോ? ദിബു. ഓക്കെ, അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും മീനിങ്? ഇല്ല അല്ലേ? ഈ ചിത്തേലെ കൺകളേതോ കേട്ടിട്ടാണ് ഞാൻ ദിബു മലയാളിയാണെന്നും അത് ചെയ്ത ദിബു ആണെന്നും പിന്നെ ദിബുവിൻ്റെ പഴയ അത്രയും നല്ല പാട്ടുകൾ മീൻസ് അതറിയാം, പക്ഷെ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങളുടെ ഒരു ഹിസ്റ്ററി തേടി പോയിട്ടില്ല. ഇത്ര അസൽ കോട്ടയംകാരൻ, അസൽ മലയാളിയ ഒരാൾ എന്താ ARM വരെ കാത്തിരുന്ന മലയാളത്തിലേക്ക് വരാൻ? അത് അവസരം ഇതാ കറക്റ്റായിട്ട് വന്നത്. പിന്നെ പഠിച്ചതൊക്കെ എൻജിനീയറിംഗ് ഒക്കെ പഠിച്ചത് ട്രിച്ചിയിലായിരുന്നു. സോ ഞാൻ അങ്ങനെ കുറേ തമിഴ് വർക്ക് ആ പഠിക്കുന്ന സമയത്തും കുറേ കോളേജിലോട്ട് തമിഴ് ട്രാക്സ് ഒക്കെ ചെയ്യുമായിരുന്നു, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷനൊക്കെ. അപ്പം അങ്ങനെ ആ ഒരു സ്പേസിലോട്ട് അങ്ങനെ വർക്ക് ചെയ്ത് പിന്നെ അവിടുത്തെ റേഡിയോയിലൊക്കെ ചുമ്മാ ഞങ്ങൾ മ്യൂസിക് ചെയ്തു കൊടുക്കുമായിരുന്നു ആ സമയത്ത് ഫോർ പോക്കറ്റ് മണി. അപ്പം അങ്ങനെ ഇൻക്ലൈൻഡ് ആയി അങ്ങോട്ട്. അങ്ങനെ തമിഴ് ഇൻഡസ്ട്രി ആയിട്ടൊരു എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി കമ്പോസ് ചെയ്യാൻ ആ ഒരു ലാംഗ്വേജിൽ. അപ്പം അങ്ങനെ പിന്നെ ARM ആദ്യത്തെ വിളി വരുന്നതും മലയാളം ചെയ്യാൻ? അല്ല, ഞാൻ ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് പ്രോപ്പറായിട്ടൊന്നും പ്രോപ്പറായിട്ട് അത് എൻ്റെ പേരൊന്നും അതിൻ്റെ അകത്ത് അങ്ങനെ അസോസിയേറ്റ് ആയില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ തമിഴാണ് ഞാൻ പിന്നെ ചെയ്യുന്നത്. തമിഴ് ഫസ്റ്റ് മരകഥ നാണയം. അതിനു മുമ്പ് മലയാളം ചെയ്തിട്ടുണ്ടോ? അതിനു മുമ്പ് ഞാനൊരു മലയാളം ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ട്രൈ ചെയ്ത മലയാളത്തിൽ തന്നെയാണ്? അതെ. പക്ഷെ ഞാൻ ആ സമയത്ത് ഞാൻ സന്തോഷ് നാരായണൻ അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കുറെ ഇങ്ങനെ പടങ്ങളിൽ പുള്ളിയുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സന്തോഷ് നാരായണൻ എൻ്റെ ഫേവറേറ്റ് മ്യൂസിക് ആണല്ലേ? എനിക്കിപ്പോൾ അതായത് ഇപ്പോൾ മറ്റേ നീ കവിതകളായ പാട്ടൊക്കെ കേൾക്കുമ്പം അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അത് ഈ മുഖം ഭാഗത്ത് നീ മുഴുവൻ ആ പോർഷനൊക്കെ ഉണ്ടല്ലോ, അതിവിടെ ഇങ്ങനെ വരും. അത് ആ പാട്ടിൽ ആ പോർഷൻ മാത്രം റിപ്പീറ്റ് അടിച്ച് കേൾക്കാറുണ്ട്. പിന്നെ പല രാത്രികളിൽ ഇങ്ങനത്തെ പാട്ടുകൾ കേട്ടിട്ടൊക്കെ പിന്നെയാണ് ഞാൻ ദിബുവിനെ ഓക്കെ മലയാളിയാണല്ലോ ഇത് ചെയ്തേ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. അറിയത്തില്ല അല്ലേ? എന്നെ ഇവിടുന്ന് ഇടയ്ക്ക് ഏതോ ഒരു FM എന്നൊക്കെ വിളിച്ച് അവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് തമിഴിലൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മലയാളത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഞാൻ നാട്ടിൽ നിന്നാന്നുള്ളത്. തമിഴൊക്കെ ഫ്ലുവൻ്റ് ആയല്ലേ? കുഴപ്പമില്ല, പക്ഷെ അവിടെയുള്ളവർ കളിയാക്കാറുണ്ട് എൻ്റെ സംസാരിക്കാൻ. ഫ്രണ്ട്സ്. ഈ ARMലേക്ക് വിളി വന്നപ്പം ആദ്യമേ സോറി ആയിരുന്നോ? അല്ലായിരുന്നു. ആക്ച്വലി ഇങ്ങനെ ഒരു ഫ്രണ്ട് നമ്മുടെ ഹരിശങ്കർ അല്ലേ, അദ്ദേഹമായിട്ട് സിംഗർ, അദ്ദേഹമായിട്ട് ഞാനൊരു അതിനു മുമ്പ് ഒരു പടത്തിൽ എൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ജിതിൻ്റെ ഭയങ്കര ഫ്രണ്ടാണ് ഡയറക്ടറുടെ. അപ്പം പുള്ളി ഇങ്ങനെ പുതിയ ഒരു മ്യൂസിക് ഡയറക്ടറിനെ തപ്പിക്കൊണ്ടിരുന്നപ്പം ഇദ്ദേഹമാണ് ആക്ച്വലി പറഞ്ഞ ഇങ്ങനെ ഒരാളുണ്ട് ചെന്നൈയിൽ, ഈസ് എ മലയാളി ബട്ട് ഈസ് ഡൂയിങ് ഇങ്ങനെ തമിഴ് ഫിലിംസ് കുറേ ചെയ്യുന്നുണ്ട്, ഒന്ന് കേട്ടു നോക്കും. അങ്ങനെയാണ് പുള്ളി അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ പുള്ളി നറേറ്റ് ചെയ്തു. പുള്ളി നറേഷൻ വന്നത് തന്നെ ഓൾമോസ്റ്റ് വെരി പ്ലാൻഡ് ആയിട്ടുള്ള പ്രീ വിഷ്വലൈസേഷനും ഒക്കെ സംഭവം പരിപാടി അടിപൊളിയായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി. കാരണം എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. എസ്പെഷ്യലി ഒരു 3 പീരീഡ് സംസാരിക്കുന്ന പടം. അപ്പം പിന്നെ 90s എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ അത് ഇത് ചെയ്യായിരുന്നു, ഓണാകുമായിരുന്നു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ടാണ്. അത് ഭയങ്കര സോൾഫുള്ളാണ്. അത് ആ പാട്ടിൻ്റെ പ്രത്യേകത എന്താ മ്യൂസിക് ഡയറക്ടറുടെ ഭാഷയിൽ പറഞ്ഞാൽ?
ആ പാട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ പാട്ട് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? അതെനിക്കറിയത്തില്ല. പക്ഷേ ആ പാട്ട് ഏറ്റവും സ്പീഡായിട്ട് കമ്പോസ് ചെയ്തതാണ്. ലൈക്ക് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. പിന്നെ എൻ്റെ ഇമോഷൻ ആണ് അങ്ങനെ അത് കൺവേർട്ടായി, അത് ആൾക്കാർക്ക് ഇഷ്ടമായി, അത്രേ ഉള്ളൂ. ആ പാട്ടിൻ്റെ ഒരു ബ്രീഫ് എന്തായിരിക്കും? എങ്ങനെ ഉള്ളൊരു പാട്ട് വേണം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അല്ല, അത് നടന്ന സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം നാട്ടിൽ നിന്ന് കയറി വന്നു ചെന്നൈക്ക്, എന്നെ മീറ്റ് ചെയ്യുന്നു. എൻ്റെ സ്പേസിലിരിക്കും സ്റ്റുഡിയോയിൽ. ഞങ്ങൾ ആദ്യം കിളിയെ ആ പാട്ട് റെഡിയായി, ലിറിക്സൊക്കെ എഴുതി. മനു ഉണ്ട്, സുജിത്തുണ്ട്, ജിതിൻ. പിന്നെ രണ്ടാമത് കൂരിരുട്ടെന്ന് പറഞ്ഞൊരു ട്രാക്കായി. പിന്നെ തേർഡ് ട്രാക്ക് ഇത് ഇങ്ങനെ കമ്പോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇപ്പം ജിതിൻ കുറേ ഇങ്ങനെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പം ജിതിന് പെട്ടെന്ന് രോഹിണി മാമിനെ കാണാനൊരു മീറ്റിങ്ങിന് പോവാം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പോയിട്ടോ, അതിനുള്ളിൽ നമുക്ക് തീർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വരുന്നതിന് മുമ്പ് അപ്പം തന്നെ ബാക്കി അവർ രണ്ടും ഉണ്ടായിരുന്നു, മനു ആൻഡ് സുജിത്ത്. അപ്പോൾ അവരോട് സംസാരിച്ച് അങ്ങനെ ഞാൻ ബേസിക് ഒരു മെലഡി, ബേസിക്കലി സിംപ്ലിസിറ്റിയാണ്, അത്രേ ഉള്ളൂ. അതാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത്. സിമ്പിളായിട്ട് ചെയ്തു. അത് കമ്പോസ് ചെയ്തിട്ടല്ലേ എഴുതിയത്, വരികൾ എഴുതിയത്? അല്ല, ആ പാട്ട് മാത്രം ആക്ച്വലി കുറച്ച് ലിറിക്സ് ഉണ്ടായിരുന്നു. കാരണം ഈ പാടത്തിന്റെ കഥ സംസാരിക്കുന്നുണ്ട്, ആമത്തുരുത്തും കാര്യങ്ങളൊക്കെ. അപ്പം ലിറിക് ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് ട്യൂൺസിന് വേണ്ടി ഈ വേർഡ്സ് കുറച്ച് വളച്ചു. ഓക്കെ. ലിറിക്സ് കിട്ടിയിട്ട് കമ്പോസ് ചെയ്യുമ്പം കുറച്ചുകൂടെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത് കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അതിലെന്തെങ്കിലും കൺവീനിയൻസ് കൂടുതലാണോ കുറവാണോ എന്താ തോന്നുന്നത്? ടൈം ഉണ്ടേ അടിപൊളിയാ. ആണോ? ലിറിക്സ് ഉള്ളതാണ്. എനിക്കിഷ്ടം അതൊക്കെ. പക്ഷെ അത് അതിന് സമയമെടുക്കും എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ. വൈക്കം വിജയലക്ഷ്മിയുടെ വോയിസ് സെലക്ട് ചെയ്യാൻ കാരണം എന്താ? അത് പാടാൻ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ദീപു തന്നെ തീരുമാനിച്ചാണ്? ഫസ്റ്റ് സെലക്ഷൻ എൻ്റെ തന്നെയാണ്. അപ്പം എൻ്റെ വായടി പത്തപ്പിള്ള എന്നൊരു പാട്ട് പാടിയിട്ടുണ്ട് ആള്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന ഭയങ്കര ഒരു ഇമോഷനുള്ള വോയിസസ് എടുക്കാൻ നോക്കും. പിന്നെ ജെന്യൂൻ ആയിരിക്കാൻ എന്ന് ആഗ്രഹിക്കും. ഒരു വോയിസിൽ ഒരു ജെന്യൂനിറ്റി വേണം. ഇപ്പം കുറച്ചും പറഞ്ഞില്ലേ ആ നീ കവിതകളൊക്കെ കേൾക്കുന്നത് അതെല്ലാം ഭയങ്കര ജെന്യൂൻ, അതുകൊണ്ടാണ് അത് കേൾക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് പാടുന്നതിലും അതെ, നമ്മുടെ അപ്രോച്ചിൻ്റെ അകത്ത് ഭയങ്കര ക്ലെവറായിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. ആ ഇന്നസെൻസിൽ എന്ത് നടക്കുന്നോ അത് ചെയ്യാം. വൈക്കം വിജയലക്ഷ്മി പാടി ആ പാട്ട് കേട്ടപ്പോഴേ ആദ്യം കേൾക്കുമ്പോൾ ഉള്ളൊരു ഫീൽ എന്തായിരുന്നു? ഭയങ്കര ഹാപ്പി. അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വോയിസാണ് പുള്ളിയുടെ. പിന്നെ പുള്ളിയുടെ വോയിസിൻ്റെ അതൊരു പെയിനൊക്കെ ഇല്ല. അതെ, അതാണ് ഞാൻ ഭയങ്കര സോൾഫുള്ളാണ് അവരുടെ വോയിസ്. കേട്ടപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു ആക്ച്വലി. നമ്മൾ ഈ പാട്ടായിട്ട് കരയാറൊക്കെ ഉണ്ട് ചില നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ. നിങ്ങൾക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? സ്വന്തം പാട്ട് ഞാൻ എൻ്റെ സ്വന്തം പാട്ടൊക്കെ കേട്ട് കരയും. ആണോ? അങ്ങനെ കേട്ട് കരയല്ല, വൈൽഡ് ടൈം കമ്പോസ് ചെയ്യുമ്പോൾ മേ ബി ചിലപ്പോൾ ഇമോഷണൽ. അത് ഒരുങ്ങി വരുമ്പോൾ അല്ലേ, ഒരു നല്ലൊരു പാട്ട് ഒരുങ്ങി വരുമ്പോൾ ഉള്ള ഒരു അതെന്താ അങ്ങനെ ഒരു സാധനം? ചില സമയത്ത് അങ്ങനെ ഒന്ന് ക്രാക്ക് ആവും. അപ്പം അതൊരു ഫീലാണ്. ആ സമയത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും. പൊതുവെ ഏറം ചെയ്യാൻ വേണ്ടി കുറേ സമയം എടുത്തോ പാട്ടുകൾ ചെയ്യാൻ? അതോ പാട്ട് ഇല്ല, സോങ്സ് നോട്ട് ഓൺലി ഏറം ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ അത്രയും ഒത്തിരി സമയമെടുത്ത് അങ്ങനെ എല്ലാം പെട്ടെന്ന് ഇപ്പം സിത്താരൊക്കെ അതൊക്കെ പെട്ടെന്ന് ചെയ്യുന്ന ഒത്തിരി അങ്ങനെ ടൈം എടുത്ത് കമ്പോസ് ചെയ്യാറില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ചിലപ്പം കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ഇതിലെനിക്ക് പല കൺട്രീസ് എന്നുള്ള ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ അസോസിയേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു. അതിനെക്കുറിച്ച് പറയാമോ? എങ്ങനെയായിരുന്നു? ബുദ്ധാപെസ്റ്റിൽ നിന്ന് സ്ട്രിങ് സെക്ഷൻ ഒരു 40 പേര് പ്ലേ ചെയ്തിട്ടുണ്ട്. അത് ആ കിളിയെ എന്നുള്ള പാട്ടിൽ തന്നെ, ഐ മീൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലുണ്ട് അവർ. പക്ഷേ ആ കിളിയെ എന്നുള്ള പാട്ടിൽ അവിടെ നിന്ന് അങ്ങനെ ഒരു 40 പേര്, തൃശ്ശൂരിൽ നിന്ന് ഒരു 30 പേര് ചെണ്ട വായിച്ചിട്ടുണ്ട്. ആട്ടം ഗ്രൂപ്പ് അല്ലേ? ആട്ടം ഗ്രൂപ്പ്. പിന്നെ നാദസ്വരമുണ്ട്, തവില്, ലൈവ്. ആ പാട്ട് ഫുള്ള് ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു എനിക്കൊന്നൊരു ടെക്നീഷ്യൻസ് എല്ലാം കൂട്ടി 90 പേർക്ക് മേളിൽ ആ പാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം. ഓ, അപ്പോൾ ബുഡാപെസ്റ്റ് നിങ്ങൾ പോകണ്ട? വേണ്ട, നമുക്ക് ഓൺലൈൻ അത് ഫുൾ അതിനൊരു ആപ്ലിക്കേഷനുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് അവിടുത്തെ കണ്ടക്ടറുമായിട്ട് സംസാരിക്കാം. നമ്മൾ നമ്മുടെ സ്കോർസ് എല്ലാം എ ഡേ ഓർ 2 days പ്രയർ നമ്മൾ സബ്മിറ്റ് ചെയ്യും. അവരതെല്ലാം ഷീറ്റ് ചെയ്ത് ഇറ്റ്സ് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓക്കെ. ഇങ്ങനത്തെ അസോസിയേഷൻസ് ഇപ്പം കോമൺ ആണോ അതോ?
ഇപ്പോൾ കോമണാണ്. പക്ഷേ ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിമിലോട്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എൻ്റെ പടത്തിൽ ഞാൻ ഓസ്ട്രേലിയയിലുള്ള ഓക്കെ ഒരു ഓർക്കസ്ട്രയാണ് പെർഫോം ചെയ്തത്. അവരും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് പ്ലേ ചെയ്യുന്നവരാണ്. ഇപ്പം പിന്നെ ബുദാപെസ്റ്റ്, പിന്നെ പല സ്ഥലത്തും എടുത്തിട്ടുണ്ട്. ന്യൂസിലൻഡിൽ നിന്ന് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലും ഇപ്പം അത് കോമൺ ആണ് അല്ലേ? യെസ്. ഓക്കെ ഓക്കെ. അത് നമുക്കും അത് ഭയങ്കര ഈസിയാണ് കമ്മ്യൂണിക്കേഷൻ. ഇഫ് നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ കറക്റ്റ് ആണെങ്കിൽ പിന്നെ അതിൻ്റെ അത് കൂടുതൽ സംസാരങ്ങളില്ല. ഓക്കെ. അവർ വായിക്കുന്നു, നമ്മൾ ഹാപ്പി ഓർ നോട്ട് മാത്രം പറയാം. സെക്കൻഡ് ടേക്കിൽ തന്നെ ചിലപ്പം സെറ്റിലാവും. സോ ഈസിയാണ്. ഈ കിളിയിലേക്ക് വരുമ്പോഴേ അത് ഓക്കെ അതൊരു ഡിബേറ്റ് ആണ്, ലവ് സോങ് ആണ്. പക്ഷെ അത് 90s-ലൊരു ലവ് സോങ് ആണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യണം എന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പം അതെങ്ങനെയാ ചെയ്തേ? അത് പറഞ്ഞായിരുന്നു, ആൾ പറഞ്ഞായിരുന്നു, ജിതിൻ പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് ഒരു 90s ആണ് നമുക്ക് വേണ്ടത്. അന്നത്തെ കാലത്തെ പോലത്തെ ലിറിക്സ് ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. ദാറ്റ്സ് വൈ നമ്മൾ കിളിയെ, തത്തക്കിളിയെ, കാരണം ആ പടത്തിൽ തന്നെ അപ്പോൾ ആ പടത്തിൽ തന്നെ കണ്ടില്ല ഒരു റേഡിയോ വെച്ചുള്ള ലവ്. അന്നത്തെ കാലത്ത് അത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തല്ലേ ലവ് ചെയ്ത് സ്നേഹിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതെല്ലാം ആ പടത്തിലുണ്ടല്ലോ. ഫ്യൂസിൻ്റെ അത് മറ്റേ ഉപ്പ് വെക്കുന്നതും ഒക്കെ. അപ്പം ഈ ഒരു ബേസ്ഡ് ആയിട്ടുള്ള ലിറിക്സ് വെച്ചിട്ട് നമുക്ക് അന്നത്തെ ഒരു ഗാനമേളക്കൊക്കെ പാടി എങ്ങനെ ഇരിക്കും, ഇതായിരുന്നു ഒരു ബ്രീഫ് റെഫറൻസ്. ഓക്കെ. അപ്പം അങ്ങനെയാണ് അത് ചെയ്തത്. ഈ അത് ഇപ്പം നമ്മൾ കേട്ട ആ സമയത്തെ കുറേ പാട്ടുകളുണ്ടല്ലോ, നമ്മുടെ ചൈൽഡ്ഹുഡിലെയും 90s-ലേക്ക് ഒരുപാട് പാട്ടുകൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ട് എങ്ങനെ അങ്ങനെ ആലോചിക്കാറുണ്ടോ അത് തിരിച്ചു കൊണ്ടുവരാൻ? അത് ഞാൻ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അന്നത്തെയൊക്കെ ട്രാക്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജോൺസൺ മാഷിൻ്റെയും ശ്യാം സാറിൻ്റെയും ഒക്കെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പുറകോട്ടും ഇഷ്ടമാണ്. എൻ്റെ അമ്മ ആയിരുന്നു മ്യൂസിക്കിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ മ്യൂസിക് റൂട്ട് എനിക്ക് വന്നത്. അപ്പോൾ അമ്മ ഈ പഴയ പാട്ടൊക്കെ പാടുമായിരുന്നു ഈ കിടക്കുന്ന സമയത്തൊക്കെ. അപ്പം അതെല്ലാം പഴയ മറ്റേ നസീർ അങ്ങനത്തെ ടൈമിലുള്ള പാട്ടുകൾ. ആ സമയത്തൊക്കെ ചിലപ്പം എൻ്റെ ആ ഒരു റിബൽ പ്രായത്തിൽ ഞാനത് ഭയങ്കര ഇതില്ലെങ്കിലും ഇപ്പോൾ എനിക്ക് അതിൻ്റെ ഭയങ്കര വാല്യൂ എനിക്കറിയാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ പാട്ടുകൾ എന്നുള്ളത് എനിക്കിപ്പം വളരെ തിരിച്ചറിവുണ്ട് കേട്ടോ. അമ്മ ഇപ്പോൾ അങ്ങനെ പാടുന്നതിലും പാട്ട് ഓർമ്മയുണ്ടോ? അമ്മ സ്ഥിരമായിട്ട് പാടുന്ന താമരക്കുമ്പിളല്ലോ മമ ഹൃദയം എന്നുള്ളൊരു പാട്ട് ആളുടെ മാസ്റ്റർ പീസായിരുന്നു. ആര് പാടാൻ പറഞ്ഞാലും പാടുമായിരുന്നു. പിന്നെ വേറൊന്നുണ്ടായിരുന്നു, ഞാൻ പറയാം, മൈനാകം എന്ന് പറഞ്ഞൊരു പാട്ട്. അതിൻ്റെ അകത്ത് ആദ്യം കുറച്ച് സ്വരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പാടുമായിരുന്നു. ഈ ദീപു പാട്ട് പാടുമോ? പാടിയിട്ടുണ്ട്. ഈ എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളൊരു പാട്ട് ചിത്തേല പാട്ടാ, അതൊന്ന് പാടുമോ? അയ്യോ, ഇപ്പൊ പാടുന്ന കാര്യം മാത്രം ഇല്ല, വലിയ പാടാതെ. അന്ന് നീ കവിതകളാ. എനിക്കൊരു പിയാനോ ഉണ്ടായിരുന്നു, ഞാൻ ചിലപ്പോൾ ഒന്ന് പാടിയായിരുന്നു. അല്ലാതെ പാടാൻ ചമ്മല. അല്ലാതെ പാടില്ല. പക്ഷേ അത് ഞാനൊരു ഭയങ്കര അങ്ങനത്തെ ഒരു സിംഗർ ഒന്നും അല്ലെന്ന്. ചുമ്മാ സ്വന്തമായിട്ട് പാടി നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം ഞാൻ കുറച്ച് പാട്ട് പറയാമേ. അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ നീ കവിതകളാ, അത് എനിക്കത് കേൾക്കുമ്പം ഭയങ്കര ഒരു വെസ്റ്റേൺ ടച്ചാണ് എനിക്ക് ഫീൽ ചെയ്യുക. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് ഭയങ്കര മെലഡി ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു മൂഡ് അങ്ങനെയാണ് എനിക്ക് തോന്നുക. ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു നല്ലൊരു ഏറ്റവും ഇങ്ങനെ ഓർക്കുന്നൊരു മെമ്മറി എന്തായിരിക്കും? ആ പാട്ട് മെമ്മറീസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ആ പാട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്തത് എൻ്റെ വീട്ടിലെ സ്റ്റുഡിയോയിലാണ്. അപ്പം എൻ്റെ ചെന്നൈയിലെ അപ്പം താമസിച്ചിരുന്നു, ഇപ്പം അവിടെ അല്ല, അന്ന് താമസിച്ചിരുന്ന ഒരു വീടിൻ്റെ അകത്തൊരു റൂം അക്യൂസ്റ്റിക്കലി ട്രീറ്റ് ചെയ്തിട്ട് ഈ മൈക്കിലാണ് ഞാൻ AKG 414 XL22 ഇതിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന പാട്ട്. അപ്പം എൻ്റെ വീടിൻ്റെ പുറകിൽ വയലാണ് അവിടെ ചെന്നൈയിലെ വീടിൻ്റെ ബാക്ക് സൈഡ് ഫുൾ പാഡി ഫീൽഡായിരുന്നു. അപ്പം ഞങ്ങാനും പുള്ളിയും കൂടെ ഒരു ബ്ലാക്ക് കോഫി ഒക്കെ ഉണ്ടാക്കി കുടിച്ച് ഞങ്ങൾ അവിടെ വർത്തനൊക്കെ പറഞ്ഞിട്ട് വന്ന് റെക്കോർഡ് ചെയ്ത പാട്ടാണ്. പ്രദീപ് കുമാർ അല്ലേ? പ്രദീപ് കുമാർ ഭയങ്കര ഇഷ്ടമാണോ? ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾക്ക് പണ്ടോട്ടേ അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതിൻ്റെ വോയിസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് ആസ് എ മ്യൂസീഷ്യൻ ഭയങ്കര ഇഷ്ടം കൂടുതലാണ് തോന്നുന്നു. ഇല്ല, ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു സിംഗറല്ലേ, ഭയങ്കര ലൈഫല്ലേ വോയിസിൻ്റെ അകത്ത്. അതുപോലെ ശിവകാർത്തികേയനെ മോളെ കൊണ്ട് പാടിപ്പിച്ച പാട്ടിലെ അത് ആ കുട്ടിയെ പാടിപ്പിക്കാൻ അതെന്താ, തീരെ കുഞ്ഞുകുട്ടിയായിരുന്നല്ലോ, അത് ഈസി ആയിരുന്നു. 3 വയസ്സും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പാടുമ്പോൾ അപ്പം ലിറിക്സ് ഒന്നും പഠിക്കാൻ മറ്റേ ബേസിക് അക്ഷരങ്ങൾ പഠിച്ചിട്ടില്ല കുഞ്ഞ്. സോ
ഒള്ളി വേ ബൈഹാർട്ട് ചെയ്യുക. അങ്ങനെ ബൈഹാർട്ട് ചെയ്തു. പറഞ്ഞു കൊടുത്ത് അത്ര ഒന്നും സ്ട്രഗിൾ ചെയ്യണ്ട. ആൾ ഒരു 3 പ്രാവശ്യം കേട്ടാൽ ഏത് പാട്ടും പുള്ളി പാടും. മിനിമം പല്ലവി വരെയെങ്കിലും പാടും. അപ്പം അങ്ങനെ ഇത് പാടി അതൊരു 4 പ്രാവശ്യം ടേക്ക് എടുത്തു. അതിൽ നിന്ന് എടുത്ത് വെച്ചതാണ് ഇപ്പം നമ്മൾ കേൾക്കുന്നത്. അത്രേ സ്ട്രെയിനേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ അറിയായിരുന്നു അല്ലേ? ഇപ്പൊ ശിവാർത്തിയും ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ കുട്ടി മോള് പാടുന്ന ഞങ്ങൾക്ക് അറിയായിരുന്നു. ഓക്കെ. അപ്പം അപ്പൻ മകളുടെ ഒരു പടം അത് കന. അപ്പം ശരി, ഒരു അപ്പനും മകളും പാടിയാൽ നന്നായിരിക്കുമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ. നിങ്ങളുടെ കോളേജിൽ കുറേ സിനിമക്കാരുണ്ടല്ലേ? ശിവകാർത്തികേയനുണ്ട്, ഡയറക്ടർ അരുൺ രാജ, ഒത്തിരി പേരുണ്ട്. എല്ലാവരും അവസാനം ചെന്നൈ തന്നെ എത്തി. ഈ കോളേജ് സമയത്ത് ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് പോകുന്ന സമയത്തൊക്കെ സിനിമ ഉണ്ടായിരുന്നോ മനസ്സിൽ? മ്യൂസിക് എന്നുള്ളതല്ല, സിനിമ ഉണ്ടായിരുന്നോ മനസ്സിൽ? എനിക്കൊരു ഒരു 4ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. സിനിമയിൽ പറഞ്ഞോ ഒരു മ്യൂസിക് ഡയറക്ടർ ആവണം, മ്യൂസിക് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം. ഞാൻ ഭയങ്കര പല ട്രൈകൾ നടത്തിയിട്ടുണ്ട് ആ സമയത്തൊക്കെ. അതായത് മറ്റേ ഈ 2 കാസറ്റ് ഇടാവുന്ന ടേപ്പില്ലേ, അതൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു കാസറ്റ് ഇതിലിട്ടിട്ട് മറ്റേ കാസറ്റിലോട്ട് റെക്കോർഡ് ചെയ്യും. അപ്പം മൈക്ക് വെച്ച് പാടും. അപ്പം ഇതിലുള്ള മ്യൂസിക്കും പാട്ടോടെ അപ്പുറത്തോട്ട് ചെല്ലുമല്ലോ. എന്നിട്ട് ആ കാസറ്റ് തിരിച്ചിട്ടിട്ട് അങ്ങനെയൊക്കെ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ അടുത്ത ലെയറൊക്കെ അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ. ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അന്നോട്ടേ ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ആദ്യത്തെ ആള് ഈ ഒരു സിനിമ, മ്യൂസിക് എല്ലാത്തിലും, ഐ മീൻ ഇങ്ങനൊരു ഇൻഡസ്ട്രിയിലോട്ട് എനിക്കൊരു ഗൈഡൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം അത് കാരണം ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് പിന്നെ ഞാനിങ്ങനെ കുറേ കറങ്ങിയിട്ടാണ് പിന്നെ ഞാൻ തിരിച്ചു വരുന്നത്. ജോലിയൊക്കെ ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. ഞാൻ ന്യൂസിലൻഡിൽ കുറച്ച് നാൾ പണിയെടുത്തായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് സൗണ്ട് എഞ്ചിനീയറിംഗ് അവിടുത്തെ ഓക്ലൻഡിലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത് ഞാൻ എടുത്തിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്ന് പിന്നെ എൻ്റെ പോർട്ട്ഫോളിയോ റെഡിയാക്കി അങ്ങനെ ഒരു പ്രോപ്പർ അവസ്ഥയല്ല പിന്നെ ഞാൻ വരുന്നത്. അതിന് മുമ്പ് ഞാൻ ട്രൈ ചെയ്തു. ചെന്നൈ ഞാൻ പോയി, എനിക്കറിയത്തില്ല എങ്ങനെയാണ് അവസരം മേടിക്കുക എന്നുള്ളത്. ഫെയിലായിട്ട് ഞാൻ പിന്നെ വന്ന. ഓക്കെ. ആദ്യം എങ്ങനെ ഡയറക്ടേഴ്സിനെ കാണുമോ? ഡയറക്ടേഴ്സിനെ കാണേണ്ട അവസ്ഥ വരെ വന്നില്ല. അതിന് മുമ്പ് തന്നെ എനിക്കറിയത്തില്ലായിരുന്നു എന്നാ ചെയ്യണം. ഞാൻ ഇവിടെ നാട്ടിൽ ഞാൻ കുറേ പേരെ കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ ആ സമയത്തൊക്കെ. പക്ഷേ ഇൻഡസ്ട്രിയിലുള്ള ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ഞാൻ വീട്ടിലൊക്കെ കൊണ്ടുപോയി CD ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തിട്ട്. ഓക്കെ. എല്ലാവരും നിഷ്കരണം തള്ളിക്കളയായിരുന്നോ? തള്ളിക്കളഞ്ഞില്ല. അവർക്ക് ചിലപ്പോൾ അന്ന് ഞാൻ കുറച്ചുകൂടെ അമച്വർ ആയിരുന്നായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുകയല്ല, അത്രയേ ഉള്ളൂ. പക്ഷെ പിൽക്കാലത്ത് ഞാൻ അന്ന് കൊടുത്ത ട്രാക്ക് പിന്നെ ഹിറ്റായിട്ടുണ്ട്. അതായത് അന്ന് ഞാൻ അവർക്ക് കൊടുത്ത ഡെമോയിലുള്ളൊരു ട്രാക്കൊക്കെ വമ്പൻ രീതിയിൽ ഹിറ്റായിട്ടുണ്ട്. പിന്നെ ആ ഹിറ്റായ ട്രാക്ക് അതേ ഡയറക്ടറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾ ചെയ്ത് അത് ഹിറ്റായിട്ടുണ്ട് അങ്ങനെയാണ് പറഞ്ഞത്? അല്ല, ഞാൻ ഈ ട്രാക്ക് ഇവിടെ കൊടുത്തിട്ട്, അതായത് പണ്ട് ഞാൻ അവരെ കേൾപ്പിക്കാൻ കൊടുത്തു, മലയാളത്തിൽ അവരൊക്കെ കൊടുക്കുന്നു. ആ ട്രാക്ക് പിൽക്കാലത്ത് അതൊരു സിനിമയെ വന്ന് അത് ഭയങ്കര ഹിറ്റായി. അല്ലല്ല, ഞാൻ തമിഴിൽ ചെയ്തത്. ഓക്കെ. ആൻഡ് ലേറ്റർ ഓൺ അവരിൽ നിന്ന് എനിക്ക് ആ ഫീഡ്ബാക്ക് കേട്ടിട്ടുണ്ട്, ആ ട്രാക്ക് കേട്ടു വളരെ നന്നായിരുന്നു. പക്ഷെ അവർക്കറിയത്തില്ല ആ ട്രാക്ക് ഞാൻ അവർക്ക് കൊടുത്തു തന്നുള്ളൂ. പറഞ്ഞില്ല? ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞു. കൊള്ളാലോ പരിപാടി. ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞിട്ട് മേ ബി ഇതായിരിക്കും ബെസ്റ്റ് ടൈം ദിബുവിന് സിനിമകൾ ചെയ്യാൻ പറ്റുന്ന. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഒരു സ്ഥലത്ത് റിജക്റ്റ് ചെയ്താൽ നമ്മൾ അതിൻ്റെ അത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം വലിയൊരു ഓപ്പണിങ് അപ്പുറത്ത് വെയിറ്റിംഗാണ്. എൻ്റെ ലൈഫിൽ ഞാനത് 100% വിശ്വസിക്കുന്നുണ്ട്. അത് തന്നെ എനിക്ക് നടക്കുന്നതും. ഇപ്പോൾ നമുക്കൊരു സ്ഥലത്ത് നമുക്ക് ഇത് കൊള്ളത്തില്ലെന്ന് പറയുന്ന സാധനമാണ് അടുത്തത് ഭയങ്കരമായിട്ട് വലുതാകുന്നത്. സോ ഞാനതിനെ ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്ന ആളാണ്. സോ ഒരിക്കലും നമ്മൾ മടുപ്പടിക്കുകയേ ചെയ്യരുത്. ഒരിടത്ത് നമുക്ക് റിജക്ഷൻ കിട്ടിയാൽ ഓർത്തോണം അപ്പുറത്ത് വലിയൊരു സംഭവം വരിക. എൻ്റെ ലൈഫിൽ അത് ഭയങ്കര സീരിയസ് ആയിട്ട് അപ്ലൈ ആയിട്ടുണ്ട്. ആ പാട്ട് ഏതാന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ വേണ്ട അത് വിട്ടേര്. ഓക്കെ. അതുപോലെ തന്നെ അനിരുദ്ധിനെ കൊണ്ട് പാട്ട് പഠിച്ചല്ലോ. അനിരുദ്ധിന്റെ വോയിസ് ആ പാട്ടിന് ബെസ്റ്റ് ആയിരുന്നു. ഈ വൈക്കം വിജയലക്ഷ്മിയുടെ കാര്യം പറയുന്ന പോലെ തന്നെ അത് ഭയങ്കര ഓപ്പൺ ത്രോട്ടില് അങ്ങനെ കേൾക്കുമ്പോൾ ആ ഫീലാണ്. അതെന്താ അനിരുദ്ധിനെ സെലക്ട് ചെയ്യാൻ കാരണം? ആക്ച്വലി അനിരുദ്ധ് നല്ലൊരു സിംഗറല്ലേ. അപ്പം ആള് കന ചെയ്യുന്ന സമയത്ത് പുള്ളി ആ ഒരു ഗ്യാങ്ങിലുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു കിടിലൻ സൗണ്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാം കൂടെ അങ്ങ് പറഞ്ഞു. എന്നാൽ പിന്നെ എന്തുകൊണ്ട് അനിരുദ്ധ് ആയിക്കൂടാ. അപ്പോൾ പുള്ളിയാണേലും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. SKയുടെ ഫസ്റ്റ് ശിവാർത്തികൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ
സിനിമയാണ് കന. അപ്പം ഏതെങ്കിലും ഒരു വിധത്തിൽ ഐ വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് യുവർ സിനിമ എന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പം അത് രണ്ടും കൂടെ ക്ലബ്ബായി. ഞാൻ പുള്ളിയുടെ അടുത്ത് പോയി റെക്കോർഡൊക്കെ ചെയ്തു. പുള്ളി തന്നെയാണ് ഇതുപോലെ തന്നെ മൈക്ക് വെച്ച് പുള്ളി തന്നെ റെക്കോർഡ് ചെയ്യുന്നു. ഞാൻ സൈഡിലിരിക്കും, ടേക്ക് എടുക്കും, എന്നിട്ട് എന്നെ നോക്കും. നല്ലതാണ് ഞാനിങ്ങനെ കാണിക്കും, നല്ലതല്ല ഞാനിങ്ങനെ ഒന്നും ഉണ്ടായിരിക്കും. അപ്പം ഇന്നൊരു വാട്ടി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പിന്നെ അങ്ങനെ ഒരു നല്ലൊരു സെഷനായിരുന്നു ആക്ച്വലി. എത്ര ടേക്ക് പോയി കാണോ അത്? ഈസി ആയിട്ട് നടന്നു. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ചിലതിപ്പോൾ പാടുമ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ തോന്നുന്നല്ലോ ഒരു ലൈൻ, അങ്ങനെ ഞാൻ പറഞ്ഞു. അല്ലാതെ ഭയങ്കര ഫാസ്റ്റായിട്ട് റെക്കോർഡിങ്. നിങ്ങൾ തമ്മിൽ അല്ലാണ്ടൊരു സൗഹൃദം ഉണ്ടോ? ഓ, പുള്ളി ബാച്ചിലറിലെ അടിയെ കഴിഞ്ഞിട്ട് പുള്ളി എന്നെ കണ്ടപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് വർക്ക്, എപ്പോഴും ലുക്കിംഗ് ഫോർവേഡ് ഒരു പാട്ട് റിലീസ് ചെയ്യുന്നതിൽ ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട്. ഐ മീൻ എൻ്റെ ഒരു പാട്ട് റിലീസ് ചെയ്യുന്നതിൽ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ ഒരു സപ്പോർട്ടായിരിക്കും എന്നുള്ള രീതിയിൽ. ആണല്ലേ? അങ്ങനെ ഒരു ഈ ഒരു ഓപ്പൺനെസ്സും അല്ലെ, ആ ഒരു ഗ്രേറ്റ്നെസ് ഉണ്ടല്ലേ? ഉണ്ട്. ഇപ്പോൾ പുള്ളി ആ കാര്യത്തിൽ 100%. ബാക്കിയുള്ളവരെയും കൂടി അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ പുള്ളി ലാസ്റ്റ് അതാ എന്നോട് പറഞ്ഞത്, ഐ വിൽ ബി ഓൾവേസ് എ ചെയർ ലീഡർ ഫോർ യു. ഓക്കെ. ഈ അനിരുദ്ധിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോഴേ ഇപ്പം മനസ്സിലായൊക്കെ ഇവിടെ പാട്ടുകൾ ഇപ്പം എവിടെയാണ്, ഇപ്പം എല്ലാം ഗ്ലോബലൈസ്ഡ് ആണല്ലോ. പക്ഷേ നമ്മളിങ്ങനെ അടുത്തത് എന്താ, ഇപ്പം എല്ലാം ഉപയോഗിച്ചല്ലോ, ഇനി എന്താ എന്നുള്ളൊരു സാധനത്തിൽ ഇരിക്കാറുണ്ട്. അപ്പം അതിലൊരു ക്യൂരിയോസിറ്റി എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ അടിപൊളി പാട്ടുകളൊക്കെ ഇറങ്ങുമ്പോഴേ? അല്ല, പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കണം. എന്നാന്ന് വെച്ചാൽ എല്ലാം ബിഗ് സ്റ്റാർസിൻ്റെ പടമല്ലേ ചെയ്യുന്നത്. പുള്ളി ഒരു മിഡ് റേഞ്ചോ അല്ലെ സാധാരണ വേറൊരാളുടെ പടം ചെയ്യുന്നില്ല, എല്ലാം ടോപ്പ് ആക്ടേഴ്സിൻ്റെ പടം. അപ്പം ഇങ്ങനെ അതൊരു പ്രഷറല്ലേ. എന്നിട്ടും എല്ലാത്തിലും പുള്ളി ഒരു ഒരു ട്രെൻഡിങ് കൊണ്ടുവരുന്നുണ്ടല്ലോ. അത് ഭയങ്കര വലിയ കാര്യമല്ലേ. ഈ ട്രെൻഡിങ് കൊണ്ടുവരാന്നുള്ള എന്തൊരു പാടാണല്ലേ. ഇപ്പോൾ ഒരു പാട്ട് ഇറങ്ങിയത് എങ്ങനെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ആൾക്കാരെ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പാട്ട് ഹിറ്റായി കഴിഞ്ഞാൽ ഫീൽ എന്താണെന്നൊക്കെ ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് ദിബുവിന്. പക്ഷെ മലയാളത്തിലേക്ക് ഒന്ന് ഏറെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ആക്സെപ്റ്റൻസും അതെങ്ങനെയായിരുന്നു, അതിലെന്താ വ്യത്യാസം തോന്നുന്നുണ്ടോ? ആക്ച്വലി ഞാനൊരു സത്യം പറയാം, എൻ്റെ നീ കവിതകളാൽ തൊട്ട് എനിക്കിവിടെ നല്ലൊരു സപ്പോർട്ടുണ്ട്. കമൻസിലാണേലും നോക്കിയാൽ മതി, എല്ലാ എൻ്റെ പാട്ടിലും മേ ബി യൂട്യൂബ്സിലൊക്കെ കാണാം, ലൈക്ക് മലയാളികൾ ലൈക്ക് അടിക്കുന്നു പറഞ്ഞ് ആരെങ്കിലും ഒരാൾ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് അത്രയും ഒരു സപ്പോർട്ടും എനിക്കങ്ങനെ ഡിവൈഡ് ചെയ്യാൻ തോന്നുന്നില്ല. എല്ലാവരും കാര്യമായിട്ട് തന്നെയാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രേറ്റ്ഫുൾ. ഈ തമിഴ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിൽ അല്ലാണ്ട് കമ്പോസ് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടോ? ഐ മീൻ ഇൻ ദ സെൻസ് മലയാളം ലിറിക്സ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഒരു മലയാളം പാട്ടായിട്ട് ചെയ്തു, ഇങ്ങനെ ഒരു വെമ്പലുണ്ടായിരുന്നില്ല മലയാളം ചെയ്യണം, സ്വന്തം ഭാഷയിൽ സിനിമ ചെയ്യുക, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല? അങ്ങനൊന്നുമില്ല. ഇപ്പം ഏറെ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഐ മീൻ മലയാളം ലിറിക്സ് വെച്ചിട്ട് ചെയ്യുന്നല്ലേ. അല്ലെങ്കിൽ ഫുൾ തത്തകാരമാണ്. തത്തകാരം അതിൻ്റെ അകത്ത് ഒരു ലാംഗ്വേജ് ഇല്ല. ഓക്കെ, ശരിയാ. പാട്ട് തനന ആ രീതിയിലാണ് പാട്ട് കമ്പോസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അതൊരു ലിറിക്ക് വെച്ച് അങ്ങനെ കുറവാണ്. നോർമലി പറഞ്ഞല്ലോ വേഗം പാട്ട് കമ്പോസ് ചെയ്യുന്നത്, പക്ഷെ അതൊരു ഓക്കെ പറയുന്നൊരു ഇതുണ്ടല്ലോ. അതായത് ഒരു പാട്ടിന് ഒരു ട്യൂൺ മാത്രമായിരിക്കുമോ ആദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവുമോ അതിൽ നിന്ന് ഓക്കെ പറയുന്ന ട്യൂൺ, അതെങ്ങനെയാണ്? എനിക്ക് ചില കാര്യത്തിൽ ലക്കുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ കൊടുത്തിരിക്കുന്ന ട്രാക്സിലൊന്നും ഓപ്ഷൻ അങ്ങനെ അധികം ആരും ചോദിച്ചിട്ടില്ല, ചെയ്തു വെക്കാറുമില്ല. അല്ല, ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നതിൽ ഹാപ്പിയാണ്. പിന്നെ ഞാനും ഭയങ്കര ഇതൊരു ബിസിനസ്സായിട്ട് കണ്ട് അങ്ങനെയല്ല. ഓക്കെ, ഒരെണ്ണം കൊടുത്തിട്ട് പിന്നെ വേണ്ട രണ്ടാമത്തെ കൊടുക്കുക, അല്ല മൂന്നാമത്തെ കൊടുക്കുക, അല്ല ഒരു പത്താമത്തെ, അത്ര ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ടുള്ള കഴിവില്ല. അപ്പം ഞാൻ ആദ്യത്തെ തന്നെ ഭയങ്കര എഫേർട്ട് ഇട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതൊരു പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അതിനെ ഭയങ്കര ഡൈസെക്റ്റ് ചെയ്ത് നമുക്കിവിടെ അങ്ങനെ മാറ്റാം, ഇങ്ങനെ ഇത് ചെയ്യാം, അവിടുന്ന് ഇങ്ങനൊരു സംഭവം പിടിക്കാം, അങ്ങനെ ഒത്തിരി അതിനെ കൊല്ലാൻ നോക്കുകയാണെങ്കിൽ ഞാൻ പറയാം ട്രാക്ക് മാറ്റി വെച്ചിട്ട് വേറെ ചെയ്യാമെന്നേ പറയത്തുള്ളൂ. ബിക്കോസ് ഭയങ്കര ക്രിമിനലായിട്ട് അപ്രോച്ച് ചെയ്യാൻ ഇഷ്ടമില്ല ഒരു ട്രാക്കിനെ. അതിന് കുറേ ഇന്നസെൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ ഭയങ്കര ബുദ്ധിപരമായിട്ട് നീങ്ങി, അപ്പോൾ അതിനെ എന്നാൽ ആ ട്രാക്കിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് വേറെ ചെയ്യാമെന്നാണ് പൊതുവേ പറയാറുള്ളത്. ഓക്കെ. ഈ പാടുന്ന ആളുകളെ ദിബു ആണോ സെലക്ട് ചെയ്യുക, ദിബുവിൻ്റെ പാട്ട്, അല്ലെങ്കിൽ അത് ഈ സിനിമയിലെ ബാക്കി ആഗ്രഹം അനുസരിച്ച് ഞാൻ തന്നെയാണ്, എൻ്റെ ആഗ്രഹം തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. പക്ഷേ ഞാൻ എല്ലാവരുടെയും ഓപ്ഷൻസ് കേൾക്കും, ജെന്യുവനായിട്ടുള്ളതിനെ അക്സെപ്റ്റ് ചെയ്യും, അങ്ങനെയാണ്. ഇപ്പം സന്തോഷ് നാരായണൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം സന്തോഷ് നാരായണൻ്റെ പാട്ടുകൾ കണ്ണമ്മ ഒക്കെ ഞാൻ കേൾക്കാത്ത ദിവസങ്ങളുണ്ടാവില്ല. കണ്ണമ്മ ആര് പാടിയത്? പ്രദീപ് കുമാർ.
അല്ലേ നമ്മളുടെ കാലയിലെ പാട്ട് കാലല്ലേ, അതെ ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ദീയും കൂടെ പാടിയത്. അതെ അതെ. അപ്പോൾ ഞാൻ ചോദിക്കാവുന്ന പുള്ളിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഇൻ ദ സെൻസ് പാട്ട് കമ്പോസ് ചെയ്യുന്നതിലല്ല, പക്ഷെ ഏതെങ്കിലും തരത്തിൽ പുള്ളിയുടെ ഓഫ് കോഴ്സ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയും ഈ പറഞ്ഞ പോലെ മേ ബി പുള്ളി ഒത്തിരി ഭയങ്കര ഡീപ്പായിട്ട് പോയി ആ ടേക്സ് ഒക്കെ കേട്ടിട്ടില്ലേ ഇപ്പം കണ്ണമ്മയുടെ ഭയങ്കര ഭയങ്കര നാച്ചുറൽ അല്ലേ, ഒത്തിരി ഒരു സിനിമാറ്റിക് ആയിട്ട് ഭയങ്കര വിസ്പർ ചെയ്ത് പാടുവോ, ഭയങ്കര സോഫ്റ്റ് ആക്കുവോ, ആ കോൺസെപ്റ്റൊക്കെ ഇച്ചിരി മാറിയെന്ന് തോന്നുന്നു അല്ലേ? അതെ, മാറി. അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ആ ഒരു അപ്രോച്ച്. അപ്പം അത് ഈവൻ ഇപ്പം ലേറ്റസ്റ്റ് മാരി സെൽവരാജിൻ്റെ ഒരു പടം ഇറങ്ങില്ല, എല്ലാ പാട്ട് പോലും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാഴ ഇറങ്ങിയില്ല, വാഴയില. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു അവാർഡൊക്കെ കിട്ടിയായിരുന്നു, ഫിലിം ഫെയർ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ. അപ്പം ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പം പുള്ളി ഇങ്ങനെ പറയായിരുന്നു, അതായത് ഞങ്ങൾ രണ്ടുകൂടെ ആക്ച്വലി ആദ്യം ഞങ്ങളുടെ കരിയർ തുടങ്ങിയത് കോളേജ് ടൈമിൽ. ഞാൻ കീബോർഡ് വായിക്കുകയും പുള്ളി ഫ്ലൂട്ട് വായിക്കുക, എന്നിട്ട് ഞങ്ങളൊരു ബാൻഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഈ TVSൻ്റെ പഴയ മറ്റേ തമിഴ്നാടിൻ്റെ ഒരു വണ്ടിയില്ലേ, അതേ ഞങ്ങൾ പോയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ പുറകെ കീബോർഡൊക്കെ പിടിച്ച്, അപ്പോൾ ഞങ്ങളിങ്ങനെ ഡ്രീം ചെയ്യും എപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ വരുമെന്നുള്ളത്. അപ്പോൾ ഈ അവാർഡ് മേടിക്കുന്നത് ഭയങ്കര ഞങ്ങൾക്കൊരു നല്ല ഒരു ഞങ്ങളുടെ ആ ഒരു കാലഘട്ടം തൊട്ടുള്ള ഗുഡ് ബാഡായിട്ടുള്ളതും ഗുഡായിട്ടുള്ളതും ഒത്തിരി ലൈഫിൽ അതാണല്ലോ നമ്മളെ അടുത്ത സ്പേസിലോട്ട് കൊണ്ടുപോകുന്നത്, നമ്മുടെ അനുഭവങ്ങളല്ലേ. അപ്പോൾ അതെല്ലാം ഞങ്ങൾ നയവിറക്കിയായിരുന്നു അന്ന് അവിടെ ചെന്നിട്ട്. ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ആ സൗഹൃദം ഉണ്ടോ? ഓ, ഈ ഒരു ഗോ ടു ജോണർ സോങ് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറോ അങ്ങനെയുണ്ടോ? ഇപ്പം നമ്മളൊക്കെ ചില ദിവസം മോശം മൂടാ സങ്കടമുള്ള ദിവസമാണെങ്കിൽ ചിലപ്പോൾ SPBയുടെ സാഡ് സോങ്സ് ഒക്കെ അല്ലെങ്കിൽ ഇളയരാജയുടെ സാഡ് സോങ് ഒക്കെ വെച്ച് സ്പോട്ടിഫൈൽ കേട്ടായിരിക്കും ഉറങ്ങുക. ഒരു ട്രിപ്പൊക്കെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ A റഹ്മാൻ്റെ പഴയ അറബിക്കടലൂരൊക്കെ വെച്ചിട്ടായിരിക്കും പോവുക നമ്മൾ കേട്ടോ. ഇപ്പോഴത്തെ ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ഒരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് പണ്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ. ഞാൻ ഈ ഇത് പ്രൊഫഷനാക്കി കഴിഞ്ഞപ്പം നമ്മുടെ ഒരു അപ്രോച്ച് ടുവേർഡ്സ് മ്യൂസിക്കേ മാറി. അപ്പം ഓൾ ടൈം വർക്ക് ചെയ്യുന്നതുകൊണ്ട് പിന്നെയുള്ള സമയം ഫ്രീ ആക്കാനേ നോക്കത്തുള്ളൂ. പിന്നെ നമ്മളൊരു പാട്ട് കേൾക്കുന്നതിൻ്റെയും നമ്മൾ റിലാക്സേഷൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ കേൾക്കുന്നത്. അതിലെന്തുണ്ട്, അതിൻ്റെ സംഭവങ്ങൾ എന്താണ്, അതിലെങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇൻസ്ട്രുമെൻറ്റ്, അപ്പോൾ ഭയങ്കരമായിട്ട് അതിനെ ടെക്നിക്കലായിട്ടൊക്കെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബോറാവൂല്ലേ? അതുകൊണ്ട് എനിക്കിപ്പം ആ പറഞ്ഞൊരവസ്ഥയില്ല. പണ്ടുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ സെറ്റ് ഓഫ് സോങ്സ് ഒക്കെ ഇങ്ങനെ കേൾക്കുന്ന പോലെ. ഇപ്പം ഇല്ലത് ശരിക്കും. സ്വന്തം പാട്ടും ഇപ്പം അങ്ങനെ സ്വന്തം പാട്ടൊന്നും കേൾക്കില്ല. ഇല്ല, സ്വന്തം പാട്ട് ആ റിലീസ് ചെയ്യുന്നിടം വരെ കേൾക്കും. അപ്പോൾ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് റിലീസ് ചെയ്യുന്നിടം വരെ കേൾക്കുമ്പോൾ എനിക്ക് ബോറടിക്കുന്നില്ലെന്ന് തോന്നുന്ന പാട്ടുകൾ വർക്കാവുന്നുണ്ട്. സോ അതാണ് സംസാരിക്കാം. കുഴപ്പമില്ല. ഈ ഒരു പാട്ടിനെ ലിറിക്സ് ഒക്കെ കിട്ടി, ലിറിക്സ് കൊണ്ട് ചില പാട്ട് ഭയങ്കരമായിട്ട് ചിലർ പറയും മ്യൂസിക്കാണ് ശ്രദ്ധിക്കുക, ചിലർ പറയും ലിറിക്സാണ് ശ്രദ്ധിക്കുക എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ലിറിക്സ് നല്ലതല്ലെങ്കിൽ ആ പാട്ട് ആസ്വദിക്കാൻ പറ്റാറില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. അങ്ങനെ തോന്നാറുണ്ടോ? ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ പാട്ടുകളിലൊക്കെ ഫീൽ അത് നോക്കിയിട്ടില്ലേ? അതായത് ലിറിക്സിന് പ്രാധാന്യം വേണം. അത് എസ്പെഷ്യലി ഞാനപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പം എനിക്ക് ഡബിൾ ലെൻസ് ആക്ച്വലി. എന്നാന്ന് വെച്ചാൽ ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പം തമിഴിൻ്റെ ഉച്ചാരണമൊക്കെ ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. സാധാരണ അവിടുത്തെ ഒരാൾ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ വിജിലൻ്റ് ആയിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതുകൊണ്ട് ലിറിക്സിന് ഞാൻ കറക്റ്റായിട്ടുള്ള പ്രാധാന്യം കൊടുത്താണ് ചെയ്യുന്നത്. ഇവിടെയാണല്ലോ നമ്മുടെ ഇപ്പോൾ ഈ പാട്ടുകളിലെല്ലാം അത് മനു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അത് എഴുതി നന്നായി വന്നത്. അപ്പോൾ ഈ തമിഴ് ഇപ്പോൾ നന്നായിട്ട് അറിയാം അല്ലേ? കുഴപ്പമില്ല. എഴുതാനും വായിക്കാനൊക്കെ? ഓ ഇല്ല, കേൾക്കുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഒരു ഇച്ചിരി വായിക്കാൻ അറിയാം, എഴുതാനൊന്നും ഞാൻ തുനിഞ്ഞിട്ടില്ല ആക്ച്വലി. ഞാൻ ചോദിച്ചത് ഇപ്പം ലിറിക്സ് കൊണ്ട് എലിവേറ്റ് ആയ ചില പാട്ടുകളുണ്ടാവില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പാട്ടിൽ എന്ത് രസമുള്ള ലിറിക്സ് അതും കൂടെ വന്നിങ്ങനെ ഞെട്ടിച്ച. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, ഇപ്പം എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ലെങ്കിലും ചിലപ്പോൾ നമുക്കുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. ഇപ്പം ചില പാട്ടിൽ ചില ലൈൻസ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ലൈൻസിലെ ചില വേർഡ്സ് ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒത്തേടിയിൽ ഇപ്പോൾ കമ്പോസ് ചെയ്തപ്പോൾ തന്നെ കാട്ട് ചെമ്പകമേ അങ്ങനെ ഒരു കാട്ട് ചെമ്പകമേ, പിന്നെ ചിത്തയില് നെഞ്ചിലെ ഉന്നോട് വാസം എന്നെ ഏതേതോ പണ്ണുതടി. ആ നെഞ്ചിലെ ഉന്നോട് വാസമൊക്കെ ഞാൻ ഓൾറെഡി കമ്പോസ് ചെയ്തപ്പോൾ തന്നെ പാടിയതാ.
അങ്ങനത്തെ കുറച്ച് വേർഡ്സൊക്കെ. ഇപ്പോൾ അടിയേ എന്നുള്ള വേർഡ് കമ്പോസിങ് ടൈമിൽ തന്നെ വെച്ച വേർഡാണ്. ഓക്കെ. അതെനിക്ക് ഭയങ്കര ജ്ഞാനമുള്ളതുകൊണ്ടല്ല, ഇങ്ങനെ പാടുമ്പോൾ അറിയാതെ. അടിയുടെ സ്റ്റാർട്ടിങ് നല്ല രസമാണ് കേൾക്കാൻ. ആ, ഒരിക്കലും നമുക്കൊന്നും ഒട്ടും പാടാൻ പറ്റില്ല, അത്രയും മുകളിലല്ലേ. എനിക്കൊന്ന് കപിലിനെ കണ്ടേ പറ്റുള്ളൂ പാടാൻ. അത് പാടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ആൾക്ക്? അവൻ അത് നല്ല എഫേർട്ട് ഇട്ടാണ് പാടിയത്. അവന് നല്ല ഇതും കിട്ടി. എനിക്കൊന്ന് അടിയേക്ക് മാത്രം പുള്ളിക്ക് ഒരു 4 അവാർഡ് കണ്ട് കിട്ടി. ഓക്കെ. ആ സ്ട്രെയിൻ പുള്ളി ഏറ്റെടുത്തു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുകയും ചെയ്തു. നോർമലി ഇതിന് ഈ കമ്പോസ് ചെയ്യുന്നതിനൊരു മൂഡോ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ പ്രത്യേക സ്ഥലം അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കങ്ങനൊന്നുമില്ല കേട്ടോ. ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ വരാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് എൻ്റെ സ്പേസിൽ തന്നെയാണ് ഞാൻ ഇരിക്കാറ്. കഴിയുന്നതും ഈ ആവശ്യമില്ലാത്ത പ്രഷറില്ലായിരുന്ന ഹാപ്പി ആയിട്ട് ചെയ്യാം, അങ്ങനെ ഉള്ളൂ. ഭയങ്കര ഡിമാൻഡ്സ് ഒന്നും എനിക്കില്ല. ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ചോദിക്കാവേ. ഓ, ചിലർ ഈ പാട്ട് ഞാനാണോ ചെയ്തേ എന്ന് ഇത് നമുക്ക് ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇത് ഞാൻ ചെയ്താണോ എന്ന് തോന്നല്ലോ. അങ്ങനെ തോന്നിയൊരു സ്വന്തം പാട്ട് ഏതായിരിക്കും? ഇത് ഞാൻ തന്നെ ചെയ്താണോ? ഐ മീൻ ഞാൻ ഇത്രയും ചെയ്തല്ലോ, അല്ലെങ്കിൽ അത്രയും അത്ഭുതപ്പെടുത്തിയൊരു പാട്ട്, ഇത്ര നന്നായി ചെയ്തല്ലോ എന്ന് തോന്നിപ്പിച്ച പാട്ട്. എനിക്കങ്ങനെ എല്ലാം അങ്ങനെ തോന്നിയിട്ടാണ് കൊടുക്കുന്നതെന്നാക്കി പറയാം. അല്ലല്ല, എനിക്ക് ഞാൻ കൊടുത്ത പാട്ടുകളും പിന്നെയും എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ള ചിന്തയാണ്. ആണോ? എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി 100 മാർക്ക് കൊടുത്തൊരു പാട്ട് എനിക്കില്ല. എല്ലാ പാട്ടും കഴിയുമ്പോൾ ഓർക്കും, ഇറങ്ങി കഴിയുമ്പോൾ ഓർക്കും, അയ്യോ ഇവിടെ അങ്ങനെ കുറച്ച് ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെ ഒരു കംപ്ലീറ്റ് ആവുന്നൊരു മനസ്സുകൊണ്ട് അങ്ങനെ ഒരു വർക്കില്ല. ഓക്കെ. വീട്ടിൽ കുട്ടികൾക്ക് പാട്ട് താല്പര്യമുണ്ടോ? അറിയില്ല, ഞാൻ അങ്ങനെ പ്രഷർ ചെയ്ത് പഠിപ്പിക്കുന്നുമില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ ഇങ്ങനെ ഇത് കണ്ടെത്തിയത് വീട്ടിൽ അമ്മ പാടുമായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് വന്നതാണ്. പക്ഷേ ഇപ്പം ഞാനാണ് പക്ഷേ അത് ചൂസ് ചെയ്തത്. ഈ ഇത് എൻ്റെ അപ്പനൊക്കെ ഭയങ്കര അക്കൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന. അപ്പം പിള്ളേർ ഇളയത് ആയിട്ടില്ല. മൂത്തയാൾക്ക് പെയിൻറ്റിങ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. പിന്നെ പുള്ളിക്ക് ഭയങ്കര ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഇഷ്ടമുള്ളത് ചെയ്യും. എന്നാലും വീട്ടിലിങ്ങനെ പാടുമായിരിക്കുമല്ലോ. പുള്ളി ഇടയ്ക്ക് ഒന്ന് സ്റ്റുഡിയോയിലൊക്കെ വന്നിരിക്കും. പക്ഷെ അതൊക്കെ ഓരോ പ്രായത്തിൽ ഓരോ ഇൻട്രസ്റ്റ് അല്ലേ. ചില അവൾക്ക് കുറച്ചാൾ മുമ്പ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ അവൾക്ക് ഇച്ചിരി വേറെ ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. ലൈക്ക് പക്ഷെ ഓൾ ടൈം ഉള്ളത് എപ്പോഴും പെയിൻറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രണ്ടാമത്തെ ആളായിട്ടില്ല, 1.5 വയസ്സ്. ഈ കോട്ടയം മിസ് ചെയ്യാറില്ല? കോട്ടയം മിസ് ചെയ്യാറുണ്ടോന്നോ? ഓഹോ, എന്നാ ചോദ്യം അത്. കോട്ടയം ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ കൂട്ടുകാരെല്ലാം പറയും കുറച്ചാൾ കഴിഞ്ഞിട്ട് കോട്ടയത്ത് എല്ലാവരും കൂടെ വരണമെന്ന്. എന്നിട്ട് വയസ്സാകുമ്പോഴേ എല്ലാവരും കൂടെ തിരിച്ചെത്തണം. എന്നിട്ട് അതായത് ഞങ്ങൾക്ക് ഈ സ്കൂൾ തൊട്ട് പഠിച്ച ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട്. അവരാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അതായത് ഫുൾ പുച്ഛമുള്ള ഒരു ഗ്യാങ് ഉണ്ട്. എന്ത് കാണിച്ചാലും ഭയങ്കര പുച്ഛം. പ്രശംസ കിട്ടത്തേ ഇല്ല പറയുന്നത്. പിന്നെ കൊള്ളാം എന്നൊക്കെ പറയത്തുള്ളൂ. പക്ഷെ അതാ വേണ്ടത് കേട്ടോ. എന്നുവെച്ചാൽ അങ്ങനെയുള്ള ഒരു ഗ്യാങ് എനിക്കുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവന്മാരുമായിട്ട്. അപ്പം അവന്മാർ എൻ്റെ സ്കൂൾ തൊട്ടുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾ മോസ്റ്റ്ലി ക്രിസ്മസ് ആയിരിക്കും ഞങ്ങൾ കോട്ടയത്ത് എല്ലാവരും കൂടെ കൂടുന്നത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട്, ഒരു പ്രായമായി കഴിയുമ്പം എല്ലാവർക്കും അവിടെ തിരിച്ചെത്തണം, എന്നിട്ട് രാവിലെ നടക്കാനൊക്കെ ഒരുമിച്ച് പോകണം, തിരിച്ചെത്തി അവിടെ താമസിക്കണം. കോട്ടയത്ത് എല്ലാവരും കൂടെ തിരിച്ച് എന്ന് വെച്ചാൽ പലരും പല സ്ഥലത്താണ് ഇപ്പം. ഓക്കെ. അങ്ങനെ അപ്പം നമ്മൾ ഇടയ്ക്ക് ചോദിച്ചിട്ട് അവസാനത്തേക്ക് വെച്ച ആ പാട്ടിലേക്ക് രക്ഷയില്ല. ഏത് പാട്ടാ ഞാൻ പാടുന്നത്? അഴകേ ആഴിക്കണ്ണാലെ തഴുകും അമ്പിളിക്കുഞ്ഞോളെ അരികിൽ ചേർന്ന് നിൽക്കൂലേ നിലവേ, വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ. കിളിയേ തത്തക്കിളിയേ കൊഞ്ചിപ്പറന്നൻ കൂട്ടിലെത്തൂലെ നിറയെ ചിന്നിച്ചിതറും കൊതിയായി
കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നൊന്നലിയാൻ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. മലയാളത്തിൽ ഇനിയും ഒരുപാട് സിനിമകളായിട്ട് തിരിച്ചു വരണം. നല്ല 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 പാട്ടുകൾ തരണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.